ഇവരുടെ ഈ തീരുമാനം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും എതിർപ്പാണ്. ഒട്ടനവധി പരാതികൾ ഓട്ടോറിക്ഷയെ സംബന്ധിച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് കൊട്ടാരക്കര ചന്തമുക്കിലാണ്. ചന്തമുക്കിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർക്കുള്ള ബുദ്ധിമുട്ട് അവർ പറയുന്നു. മീറ്റർ വെച്ച് തന്നെ വാഹനം ഓടിക്കണം. മീറ്റർ വെക്കാത്ത വാഹനത്തിൽ സൗജന്യ യാത്ര എന്ന് സ്റ്റിക്കർ പതിക്കണമെന്നാണ് ഗതാഗത വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളോട് ചോദിക്കാം ഇതിനെപ്പറ്റിയുള്ള വിഷയം. ഞങ്ങൾക്ക് മീറ്റർ വെച്ച് ഓടുന്നതിന് ഞങ്ങൾ ഓരോ ഓട്ടോ തൊഴിലാളി എതിരല്ല എന്ന് പറയുന്നത് അത് നിയമമാണ്. വാഹനം നമ്മൾ ടാക്സിക്ക് ഓടുന്ന വാഹനം വന്ന് പ്രത്യേകിച്ച് 3 വീലിനകത്ത് അതായത് മുച്ചക്ര വാഹനങ്ങളിൽ മീറ്റർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിയമത്തെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിനകത്തുള്ള വ്യവസ്ഥകളാണ് ഞങ്ങൾക്ക് എതിർപ്പ് വന്നിരിക്കുന്നത്. പൊതുവിൽ ഇപ്പം യാത്രക്കാർ മീറ്റർ ഇടാത്ത ഒരാൾ പാസഞ്ചർ മീറ്റർ ഇട്ടില്ലെങ്കിൽ പൈസ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിക്കണമെന്നൊക്കെ ചില ജിയോ ഒന്നും വന്നിട്ടില്ല. ചില ഭാഗത്തു നിന്ന് ചില റൂമറുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് സംഘർഷത്തിന് വളരെ 100% സംഘർഷം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇപ്പം നമ്മൾ മീറ്റർ മദ്യപിച്ചൊക്കെ പലരും പല രീതിയിലും വണ്ടിക്കകത്ത് ആൾക്കാർ കയറുന്നുണ്ട്. പല സ്വഭാവക്കാരായിരിക്കും. ചിലപ്പോൾ നമ്മളെ 2 തരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ വണ്ടിയിൽ കയറുമായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ചെന്ന് അവർ പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പം ഇവർ മീറ്റർ ഇട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ തരാതെ വെക്കൂടെ. മീറ്റർ ഇട്ടില്ല എന്ന് പറഞ്ഞൊരു തർക്കത്തിന് വേണ്ടി നിങ്ങൾ മീറ്റർ ഇടാതെയാണ് ഞങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്ന് പൈസ തരണ്ട, സർക്കാരിൻ്റെ നിയമമാണെന്നും പറഞ്ഞുകൊണ്ട് വേണേൽ പോകാം. അപ്പോൾ ഒരു ഉണ്ടെന്നുള്ള പ്രശ്നമാവാൻ ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്ററാണ് 30 രൂപ അതിൽ കാണിക്കുന്നത്. 30 രൂപയുടെ മിനിമം 1.5 കിലോമീറ്റർ ഓടണമെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ കിലോമീറ്ററിനും റിട്ടേൺ കിലോമീറ്റർ 30 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ കിലോമീറ്ററും 15 രൂപ വെച്ച് അതിൽ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന സമയത്ത് അതിനകത്ത് അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നേരെ പകുതി പൈസ അതിൽ കാണിക്കും. അതിൻ്റെ ഇരട്ടി ചോദിച്ചാൽ അവർ തരത്തില്ലല്ലോ, വഴക്കാവതില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് ഈ മീറ്റർ വെച്ച് ഓടുന്നത് മീറ്റർ പൈസ മേടിക്കുന്ന സംവിധാനം പറ്റത്തില്ല. അപ്പോൾ ചിന്നക്കട, എറണാകുളം സിറ്റികളോ അതുപോലെ കോർപ്പറേഷൻ ഏരിയയിലൊക്കെ പറ്റും. കാര്യം ഇപ്പോൾ ചന്തമുക്കി വന്നൊരു ഓട്ടോ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആ മീറ്ററിൽ കാണുന്ന പൈസ നമ്മൾ മേടിക്കുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അവിടെ കയറ്റിയിടാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ കാലിക്ക് വരണുള്ള നമ്മുടെ സ്വന്തം പൈസയിലായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓട്ടോക്കാരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുക ഒരു കമ്മീഷനെ നിയമിക്കുകയും ഞങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുകയും ഞങ്ങളുടെ യൂണിയൻ പ്രതിനിധികളെ, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട യൂണിയൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ആ യൂണിയൻ്റെ നേതാക്കന്മാരെ എല്ലാം വിളിച്ച് സർക്കാർ അതിൻ്റെ ഒരു ബോഡി ഉണ്ടാക്കി അവർ പരിഹരിച്ച് അതായത് തീരുമാനങ്ങൾ ഉണ്ടാക്കണം. ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ട് അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇല്ല അറിയിപ്പിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ യൂണിയൻ മിക്കവാറുമുള്ള എല്ലാ യൂണിയൻകാരും ബന്ധപ്പെട്ട ആൾക്കാർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പം എല്ലാ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരെ വിളിച്ച് ഒരു ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിൽ ഇവരുടെ ഈ തീരുമാനം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും എതിർപ്പാണ്. കാര്യം ഞങ്ങളുടെ ആകപ്പാട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു വാഹനം കൊണ്ടു കിടക്കുന്ന ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായമില്ല. ആകപ്പാട് ഈ ക്ഷേമനിധി ഞങ്ങളൊക്കെ ക്ഷേമനിധിയിൽ ഉണ്ടായതുകൊണ്ട് ഈ കോവിഡ് വന്ന സമയത്ത് ഒരു 3 പ്രാവശ്യമായിട്ട് 4000 രൂപയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ക്ഷേമനിധി ഇല്ലാത്ത ആൾക്കാരുണ്ട്, പൈസ കിട്ടാത്ത ആൾക്കാരുണ്ട്. ഒരു സഹായമില്ല. ഇപ്പോൾ ഇൻഷുറൻസ് ആയാലും ഇതിൻ്റെ പാർട്സ് ആയാലും ജോലി ലേബർ ചാർജ് ഭയങ്കരമാണ്. അതിനൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ യാതൊരു സംവിധാനങ്ങളുമില്ല. ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഇത്രയും രൂപ ചിലവാക്കി കൊണ്ടു കിടക്കുക. ഞങ്ങൾക്ക് ആകപ്പാടെ ഒരു വർഷത്തിൽ കൂടിപ്പോയാൽ 11 മാസമേ വണ്ടി ഓടാൻ പറ്റൂ. ഒരു മാസം ഞങ്ങൾ ടെസ്റ്റും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ കടം തീർന്ന് വരുമ്പോഴത്തേക്ക് അടുത്ത ടെസ്റ്റ് വരിക. ഇപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റ് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്നത് ഞങ്ങളെല്ലാവരും അതുപോലെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കരിനിയമങ്ങൾ ഞങ്ങളെ തൊഴിലാളികളായിട്ട് ഈ സമൂഹത്തിൽ അവർ അംഗീകരിക്കണം, ഞങ്ങളെയും കൂടെ അംഗീകരിക്കണം. ഞങ്ങളും ഒരു ഭാഗമാണ്, ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളും. അപ്പം വോട്ട് പിടിക്കാനും ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഓട്ടോ തൊഴിലാളികൾ വേണമെന്ന് പറയുകയും ഞങ്ങളുടെ ന്യായമായ കാര്യങ്ങൾ വരുമ്പോൾ യൂണിയൻകാർ ഇടപെടാതിരിക്കുകയും അത് ഗവൺമെൻറ്റും അത് മനസ്സിലാക്കണം. ഗവൺമെൻറ് ഇപ്പം ഞാൻ ഒരു ഗവൺമെൻറ്റിനെയും കുറ്റം പറയല്ല, എല്ലാ ഗവൺമെൻറ്റും ചെയ്യുന്നത് ഓട്ടോക്കാർക്ക് ഒരു ഗുണം ചെയ്തിട്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഞങ്ങളെ ടാക്സോ ഇൻഷുറൻസോ അതുപോലെ ഞങ്ങൾ പണ്ടേ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ ESIൽ ഉൾപ്പെടുത്തണം. കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അത് ഞങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ ഒരു തീരുമാനം അങ്ങനെ ആയിട്ടില്ല. ഞങ്ങൾക്ക് യാതൊരു മെഡിക്കൽ അങ്ങനെ യാതൊരു സഹായങ്ങളും ഞങ്ങൾക്കില്ല. അപ്പോൾ അത് ശക്തമായി ആ നിയമത്തെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞങ്ങൾ വളരെയധികം പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മീറ്റർ വെക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. മീറ്ററിലുള്ള ചാർജ് നമ്മൾ ഓടാൻ തയ്യാറല്ല നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങൾ പോലുള്ള നമ്മളെ സ്ഥലങ്ങളിൽ നമ്മൾ ഈ മീറ്റർ ഓടണമെന്ന് പറഞ്ഞാൽ ഓൺ സൈഡ് ചാർജ് അതിനകത്ത് കാണിക്കാറുള്ളൂ. അപ്പോൾ ഈ ഓൺ സൈഡ് ചാർജ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുതലാവത്തില്ല. ഒന്നാമത് ഈ ഡീസലിൻ്റെ വില, പെട്രോളിൻ്റെ വില, അതേപോലെ തന്നെ ഇൻഷുറൻസ്, മറ്റു കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന ഒന്നുകിൽ ലീഗൽ മെട്രോളജിക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരോ മീറ്ററിൽ
ഈ ആദ്യത്തെ 1.5 കിലോമീറ്റർ 30 രൂപ കഴിഞ്ഞിട്ട് ബാക്കി കിലോമീറ്ററിന് 30 രൂപ ചാർജ് ഇടുക, വൺ സൈഡ് ചാർജ് മാത്രം മേടിക്കുക എന്നുള്ള ഒരു നിയമം കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകും. അല്ലാതെ ഈ വൺ സൈഡ് മാത്രം മേടിക്കുമ്പോൾ അവരവിടെ ചെല്ലുന്ന ചാർജ് മാത്രമേ നമുക്ക് തരൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റ സൈഡിലോട്ട് അത് പിന്നെ യാത്രക്കാരുമായിട്ട് വഴക്കുണ്ടാവും. അത് ഓട്ടോ ഇല്ല, ഒന്നുമില്ല, വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. നിലവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം ഇനി മുതൽ CF-ന് വരുന്ന ഓട്ടോറിക്ഷകളിൽ ഈ പറയുന്ന തരത്തിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ മാത്രമേ CF കൊടുക്കാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് മീറ്റർ പ്രവർത്തിക്കാത്ത, മീറ്റർ ഇട്ടല്ലാതെ ഓടുന്ന വാഹനങ്ങൾ, അതിൽ യാത്രക്കാർ വന്നു കഴിഞ്ഞാൽ, യാത്രക്കാർ പോയി കഴിഞ്ഞാൽ മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ അവർ കാശ് കൊടുക്കണ്ട എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അത് പ്രകാരം എല്ലാ ഓട്ടോറിക്ഷയിലും ഇതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് അതിനനുസരണമായി മാത്രമേ ഓട്ടോറിക്ഷകൾക്ക് CF അനുവദിക്കാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഓട്ടോറിക്ഷകൾ ഇനി നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്സിന് വരുമ്പോൾ നിർബന്ധമായും മീറ്റർ ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ ഇത് മീറ്റർ കൃത്യമായി ഓടുന്ന അവസരങ്ങളിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അത് കർശനമായി പാലിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഒട്ടനവധി പരാതികൾ ഓട്ടോറിക്ഷയെ സംബന്ധിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഈ പറയും പോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഒരു നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുമായി ഈ പറയും പോലെ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളും സഹകരിച്ച് ഈ പറയുന്നത് പോലെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്. പിന്നെ യാതൊരു കാരണവശാലും ഗവൺമെൻറ് ഉത്തരവ് പാലിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അല്ലെങ്കിൽ ഓണർമാരും ഈ ഗവൺമെൻറ് പറയുന്ന സർക്കുലർ പ്രകാരമുള്ള എല്ലാ നിബന്ധനകളും പാലിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അതല്ലാത്ത പക്ഷം ഇതിനെതിരെ ഈ പറയും പോലെ നടപടി തീർച്ചയായും നേരിടേണ്ടി വരും. നിലവിലുള്ള നിയമപ്രകാരമുള്ള എല്ലാ നടപടികളും എടുക്കും. നിങ്ങൾക്ക് ഇത് ഓൾറെഡി അത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ആ സർക്കുലർ പ്രകാരം 1-3 എന്ന് പറയുന്ന ഇത് ഇനി മുതൽ CF-ന് വരുന്ന എല്ലാ വാഹനങ്ങൾക്കും അത് നിർബന്ധമാണ്. അപ്പോൾ അത് സംബന്ധിച്ച് മറ്റ് നടപടികൾ എന്ന് പറഞ്ഞാൽ ഇനി തുടർന്ന് വരുന്ന അവസരങ്ങളിൽ CF-ന് വരുന്നത് മുതൽ നമ്മളത് സ്വീകരിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഇനി പരാതി വന്നു കഴിഞ്ഞാലും ഈ സർക്കുലർ പ്രകാരമുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ഈ പറയുന്ന ഓട്ടോറിക്ഷക്കാരും ഇതുമായി സഹകരിച്ച് മറ്റ് നിയമ നടപടികളിൽ നിന്ന് ഒഴിവായി ഇതിന് പ്രധാനമായും ഇതുമായി സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാമങ്ങളിലുള്ള ഓട്ടോറിക്ഷക്കാർക്ക് കുറവ് ഓട്ടമാണ്, നഗരങ്ങളിലുള്ള ഓട്ടോറിക്ഷക്കാർ കൂടുതൽ ഓട്ടം കിട്ടും. അവർക്കാണ് ഇത് ഗുണകരമാകുന്നത്. നഗരങ്ങളിലുള്ള ഗ്രാമങ്ങളിലുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. അതിനെക്കുറിച്ചാണ് ഗ്രാമങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ പറയും പോലെ ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം നമ്മളൊരു മീറ്റർ ചാർജിന് പോയി കഴിഞ്ഞാൽ റിട്ടേൺസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് എത്രയാണോ മീറ്ററിൽ കാണിക്കുന്നത് അതിൻ്റെ പകുതി തുക കൂടി അവർക്ക് ഈടാക്കാവുന്നതാണ്. അപ്പോൾ ആ തുക കൂടി ഇപ്പം ഈ പറയുന്നത് പോലെ 30 രൂപ ഓട്ടത്തിനുള്ളത് ഒരു ഗ്രാമപ്രദേശത്തിലാണെങ്കിൽ 15 രൂപ കൂടി
ചേർത്ത് 45 രൂപ വരെ വാങ്ങാം എന്നുള്ളതാണ് നിലവിലുള്ള നിയമം. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ഓട്ടോറിക്ഷയിലും ഈ പറയുന്ന മീറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒരുപാട് പരാതികൾ നമുക്കിവിടെ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനൊരു ഗവൺമെൻറ് ഒരു ഇതെന്നുള്ള നിലയിൽ ഈ നടപടികളിലേക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഒരേ സ്ഥലത്തേക്ക് 2 ഓട്ടോറിക്ഷ വിളിച്ച് പോയാൽ 2 ചാർജാണ് ഇവിടെ വാങ്ങുന്നത്. സോ അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഓട്ടം കുറവാണോ കൂടുതലാണോ എന്നുള്ളതല്ല, നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ പോലും ഒരു പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന തുകയ്ക്ക് നമ്മൾ ഏതിനും ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരമുള്ള തുകയ്ക്ക് അപ്പുറം നമുക്ക് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമം നടപ്പാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. പാലിച്ചില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗവൺമെൻറ് ഒരു പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം നമ്മൾ നിരത്തിൽ ഓടുന്നത്. അപ്പോൾ പെർമിറ്റ് കണ്ടീഷൻ വയലേഷൻ എന്ന് പറഞ്ഞാൽ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് ഓടിക്കുന്ന ഡ്രൈവർക്കെതിരെയും നടപടി നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ഡ്രൈവിംഗ് ലൈസൻസ് ഇതുപോലുള്ളത് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകും. അപ്പോൾ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ CF ക്യാൻസൽ ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ പറ്റും. അങ്ങനെ നിയമ നടപടികൾ ഒട്ടനവധി നേരിടേണ്ടി വരും. എന്തായാലും ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിനനുസരണം മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത.